നമസ്കാരം. മധ്യപൂർവേഷ്യൻ യുദ്ധക്കളത്തിൽ നിർണായക വഴിത്തിരിവ്. ഏതാനും നാളുകളായി നിലനിന്നിരുന്ന താൽക്കാലിക ശാന്തതയ്ക്ക് വിരാമമിട്ട് അമേരിക്കയും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടൽ വീണ്ടും രൂക്ഷമായി. സൗദി അറേബ്യ ആദ്യമായി പരസ്യമായി അമേരിക്കയ്ക്കൊപ്പം ചേർന്ന് ഇറാഖിലെ ഇറാൻ അനുകൂല സായുധ ഗ്രൂപ്പുകൾക്ക് നേരെ വ്യോമാക്രമണം നടത്തിയതോടെ പശ്ചിമേഷ്യൻ പ്രതിസന്ധി തികച്ചും സങ്കീർണവും അപകടകരവുമായ പുതിയൊരു തലത്തിലേക്ക് വഴിമാറിയിരിക്കുകയാണ്. അമേരിക്കൻ സൈന്യത്തിനൊപ്പം ചേർന്ന് ഇറാഖിൽ സംയുക്ത ആക്രമണം നടത്തിയ വിവരം സൗദി അറേബ്യ പരസ്യമായി സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ഫെബ്രുവരിയിൽ US-ഇറാൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷം സൗദി അറേബ്യ ഒരു സൈനിക നീക്കത്തിൽ അമേരിക്കയ്ക്കൊപ്പം നേരിട്ട് പങ്കാളിയാകുന്നത് ഇത് ആദ്യമായാണ്. ഇറാഖ് അതിർത്തിയിൽ നിന്നും ഉയർന്നു വരുന്ന സുരക്ഷാ ഭീഷണികളും സ്വന്തം ഊർജ്ജ നിക്ഷേപങ്ങൾക്ക് നേരെയുണ്ടാകുന്ന കടന്നാക്രമണങ്ങളും ഭയന്നാണ് പ്രബല അറബ് രാജ്യമായ സൗദി പ്രതിരോധ നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നത്. കഴിഞ്ഞ 72 മണിക്കൂറിനുള്ളിൽ സൗദിയുടെ കിഴക്കൻ മേഖലയിലെ എണ്ണ ഉൽപാദന കേന്ദ്രങ്ങൾക്കും അമേരിക്കൻ സൈനിക സ്ഥാപനങ്ങൾക്കും നേരെ ഇറാൻ പിന്തുണയുള്ള സംഘടനകൾ 30-ലധികം ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയിരുന്നു. ഇതിന് തിരിച്ചടിയായാണ് വടക്കൻ ഇറാഖിലെ പോപ്പുലർ മൊബിലൈസേഷൻ ഫോഴ്സിന്റെ താവളങ്ങളിൽ അമേരിക്കയും സൗദിയും ചേർന്ന് കടുത്ത വ്യോമാക്രമണം അഴിച്ചുവിട്ടത്. സൈനിക താവളങ്ങളും ആയുധ സംഭരണ കേന്ദ്രങ്ങളും തകർത്ത ആക്രമണത്തിൽ 20ഓളം ഷിയ സൈനികർ കൊല്ലപ്പെട്ടു. തങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന അധിനിവേശങ്ങൾക്കെതിരെ ആത്മരക്ഷാർത്ഥം തിരിച്ചടിക്കാൻ രാജ്യത്തിന് അവകാശമുണ്ടെന്ന് സൗദി അറേബ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. മേഖലയിൽ സംഘർഷം വ്യാപിക്കാൻ തങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്ന് വ്യക്തമാക്കിയ സൗദി, എന്നാൽ രാജ്യത്തിന്റെ പരമാധികാരത്തിന് മേലെ ഏത് തരത്തിലുള്ള കടന്നുകയറ്റത്തെയും കടുത്ത രീതിയിൽ തന്നെ പ്രതിരോധിക്കുമെന്നും നയം വ്യക്തമാക്കി. അതിനിടെ ജോർദാനിൽ അമേരിക്കൻ സൈനികരുടെ വാസസ്ഥലങ്ങളെ ലക്ഷ്യമിട്ട് ഇറാൻ അപ്രതീക്ഷിത മിസൈൽ ആക്രമണം നടത്തി. ഇറാൻ വിപ്ലവകാര ഗാർഡ് IRGC തൊടുത്തുവിട്ട പലതരം ബാലിസ്റ്റിക് മിസൈലുകൾ US വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വിജയകരമായി തടഞ്ഞു. ഇതോടെ യുദ്ധത്തിന് താൽക്കാലിക വിരാമം നൽകിയെന്ന അമേരിക്കയുടെ കണക്കുകൂട്ടലുകൾ തെറ്റുകയും മേഖലയിൽ ഭീതി പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ജോർദാനിലെ ആക്രമണത്തിന് പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. ഇനി തങ്ങളുടെ ഊഴമാണ്, അവരെ വളരെ കഠിനമായി തന്നെ അടിച്ചു തകർക്കുമെന്ന് ട്രംപ് മാധ്യമങ്ങളോട് ഭീഷണി മുഴക്കി. ഇറാന്റെ പക്കൽ നിന്നും ഇത്തരം നീക്കങ്ങൾ ഇനി ഉണ്ടായാൽ പ്രത്യാഘാതം അതിരൂക്ഷമായിരിക്കുമെന്നും അമേരിക്കൻ പെന്റഗൺ വക്താക്കൾ മുന്നറിയിപ്പ് നൽകി. മറുവശത്ത് അമേരിക്കയുടെ അധിനിവേശവും നിയമവിരുദ്ധ നീക്കങ്ങളും തുടരുന്നിടത്തോളം കാലം പ്രതിരോധം തുടരുമെന്ന് ഇറാൻ IRGC പ്രഖ്യാപിച്ചു. അമേരിക്കയുടെ താവളങ്ങളെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയെന്ന് സ്ഥിരീകരിച്ച ഇറാൻ ഹോർമൂസ് കടലിടുക്കിൽ തങ്ങളുടെ മുന്നറിയിപ്പ് ലംഘിച്ച് സഞ്ചരിച്ച 3 വിദേശ എണ്ണക്കപ്പലുകൾ തടഞ്ഞുവെച്ചതായും വ്യക്തമാക്കി. യുദ്ധം വീണ്ടും കനത്തതോടെ അന്താരാഷ്ട്ര വിപണിയിൽ കടുത്ത ആശങ്കയാണ് നിലനിൽക്കുന്നത്. എണ്ണ വ്യാപാരത്തിന്റെ പ്രധാന പാതയായ ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചതോടെ ക്രൂഡ് ഓയിൽ വിതരണം ആഗോളതലത്തിൽ തടസ്സപ്പെട്ടിട്ടുണ്ട്. താൽക്കാലിക ആശ്വാസത്തിന് ശേഷം ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില 3.7% വർദ്ധിച്ച് ബാരലിന് $87 മുകളിലെത്തി. ഇത് അന്താരാഷ്ട്ര സാമ്പത്തിക രംഗത്തെ കടുത്ത പണപ്പെരുപ്പത്തിലേക്ക് നയിച്ചേക്കും. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വാഷിംഗ്ടണിലെത്തി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപുമായി നടത്തിയ നിർണായക കൂടിക്കാഴ്ചയ്ക്ക് തൊട്ടു പിന്നാലെയാണ് ഈ സൈനിക നീക്കങ്ങൾ നടക്കുന്നത്. ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഇറാനെതിരെ നടത്തുന്ന സംയുക്ത പോരാട്ടത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ചില കാര്യങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും അമേരിക്കയുടെ സഹായമില്ലാതെ ഇസ്രായേലിന് നിലനിൽപ്പില്ലെന്ന നിലപാടിലാണ് ട്രംപ് ഉള്ളത്. ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനും സംഘർഷം അയവുവരുത്തുന്നതിനുമായി ഒമാന്റെ നേതൃത്വത്തിൽ നയതന്ത്ര ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും അത് പൂർണ്ണമായും വിജയത്തിലെത്തിയിട്ടില്ല.